ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട കുറുമയാണ്. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മുട്ട കുറുമയാണിത്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ മുട്ടക്കുറുമ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. മുട്ടക്കുറുമ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സ്പൈസസ് ഒക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാളയാണെങ്കിൽ ഒരു 3 സവാളയൊക്കെ മതിയാവും കേട്ടോ. ഇനി ഈ സവാള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴറ്റി സവാള നന്നായിട്ട് കുഴഞ്ഞു വരുന്ന ആ ഒരു പാകം വരെ നമുക്കിത് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. സവാള എളുപ്പത്തിൽ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചതാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 4 5 വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്താൽ മതിയാകും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. സവാള ഇതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നേരം വഴറ്റി കൊടുക്കേണ്ട ആവശ്യം വരില്ല. സവാള എളുപ്പത്തിൽ തന്നെ വെന്ത് കുഴഞ്ഞു വരുന്നൊരു പാകത്തിന് കിട്ടും. ഗ്യാസ് ലോ ഫ്ലെയിമിൽ പാൻ അടച്ചു വെച്ചിട്ട് നമുക്ക് സവാള കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്ക് അടപ്പ് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. സവാള നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് പാൻ അടച്ചു വെച്ച് സവാള നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള നമുക്ക് നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. സവാള കുഴഞ്ഞിരിക്കുന്ന ഈ ഒരു പാകം വരുന്നത് വരെ നന്നായിട്ട് സവാള വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുട്ടക്കുറുമയ്ക്ക് ചെറിയൊരു പുളിരസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി ഒരു ചെറിയ അളവിൽ ചേർത്താൽ മതിയാകും. വലിയ തക്കാളിയാണെങ്കിൽ തക്കാളിയുടെ പകുതി ചേർത്താൽ മതിയാകും കേട്ടോ. തക്കാളി നന്നായിട്ട് കുക്കായി സവാളയുടെ കൂടെ ചേർന്ന് വരുന്ന ഒരു പാകം വരെ നമുക്ക് തക്കാളി കുക്ക് ചെയ്തെടുക്കണം. തക്കാളി എളുപ്പത്തിൽ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് പാൻ അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം നമുക്ക് തക്കാളി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ സവാളയിൽ തക്കാളി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുത്ത പൊടികളുടെ എല്ലാം ആ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ മുട്ടക്കുറുമയിൽ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും എരിവ് മാത്രമാണ് നമ്മുടെ കുറുമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള അളവിൽ പച്ചമുളകും കുരുമുളക് പൊടിയും ആഡ് ചെയ്താൽ മതിയാകും കേട്ടോ. ഇപ്പോൾ മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും കുരുമുളക് പൊടിയുടെ എല്ലാം ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ഗ്ലാസ് നാളികേരത്തിൻ്റെ പാലാണ്. നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് വളരെ തിക്കായിട്ടുള്ള നാളികേരത്തിൻ്റെ പാലാണ്.
ഒരു നാളികേരം ഫുള്ളായിട്ട് ചിരകിയെടുത്തതിൻ്റെ പാലാണിത്. തിന്നായിട്ടുള്ള നാളികേരപ്പാൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറുമ ലൂസായിട്ട് പോകും. നല്ല തിക്കായിട്ടുള്ള നാളികേരപ്പാൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുറുമയും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള കുറുമയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നല്ല തിക്കായിട്ടുള്ള നാളികേരപ്പാൽ ആയതുകൊണ്ട് തന്നെ ഗ്യാസ് ലോ ഫ്ലെയിമിലെ ആകാവൂ കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നാളികേരപ്പാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെരിഞ്ചീരകപ്പൊടി ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ടക്കുറുമയ്ക്ക് പെരിഞ്ചീരകത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഓരോ മുട്ടയും ഇതുപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ വരഞ്ഞതിന് ശേഷം മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ടയുടെ ഉള്ളിൽ നന്നായിട്ട് മസാലയൊക്കെ കയറും. ഞാനിവിടെ മുട്ടക്കുറുമയ്ക്ക് വേണ്ടിയിട്ട് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം, അത്രേ വേണ്ടൂ. ഫൈനലി മുട്ടക്കുറുമയിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ ആവശ്യത്തിന് വേണ്ട ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടക്കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു മുട്ടക്കുറുമയാണിത്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.